വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 1 തിമോത്തി അധ്യായം 3 സഭയിലെ നേതൃത്വത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ് തിമോത്തിയോട് ഉപദേശിക്കുന്നു. ഇത് മെത്രാന്മാരും ഡീക്കന്മാരും ആകേണ്ടവരുടെ ആത്മീയ ഗുണങ്ങളും ജീവിത നയങ്ങളും വ്യക്തമാക്കുന്നു. പൗലോസ് സഭ ദൈവത്തിന്റെ വീടാണെന്നും സത്യത്തിന്റെ തൂണും അടിത്തറയുമാണെന്നും വ്യക്തമാക്കുന്നു. മെത്രാൻ മിതവാദിയും സമാധാനപ്രിയനും പാഠം പഠിപ്പിക്കാൻ ശേഷിയുള്ളവനുമാകണം. ഡീക്കന്മാർ സത്യസന്ധരും ലാഭലോഭികളല്ലാത്തവരുമാകണം. സ്ത്രീ ഡീക്കന്മാർ ദുഷ്ടവാക്കുകൾ പറയാത്തവരും വിശ്വാസത്തിൽ സ്ഥിരമായവരുമാകണം. സഭ ദൈവത്തിന്റെ വീടാണ്, സത്യത്തിന്റെ തൂണും അടിത്തറയുമാണ്. പൗലോസ് ദൈവഭക്തിയുടെ രഹസ്യം വ്യക്തമാക്കുന്നു. ക്രിസ്തു മാംസത്തിൽ പ്രകടിപ്പിച്ചു, ആത്മാവിൽ ന്യായീകരിക്കപ്പെട്ടു, ലോകത്തിൽ പ്രഘോഷിക്കപ്പെട്ടു. 1 തിമോത്തി അധ്യായം 4 പൗലോസ് തിമോത്തിയോട് തെറ്റായ ശിക്ഷണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ദൈവഭക്തിയുള്ള ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ യൗവനത്തിൽ വിശ്വാസത്തിൽ സ്ഥിരത പാലിക്കാനും സത്യവചനത്തിൽ പഠിപ്പിക്കാനും ഉപദേശിക്കുന്നു. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. 1 തിമോത്തി 4 അധ്യായം 1 തിരുവചനം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. 1 തിമോത്തി 4 അധ്യായം 8 തിരുവചനം. തിമോത്തിയെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും ശുദ്ധിയിലും ഉദാഹരണമായിരിക്കാൻ പൗലോസ് പ്രേരിപ്പിക്കുന്നു. വചനപഠനത്തിലും ശിക്ഷണത്തിലും ശ്രദ്ധ നൽകണം. ദൈവം നൽകിയ വരങ്ങൾ ഉപയോഗിക്കണം. വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കുന്നത് സ്വന്തം രക്ഷയ്ക്കും മറ്റുള്ളവരുടെ രക്ഷയ്ക്കും കാരണമാകും. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.